മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ. ലങ്കാലക്ഷ്മി. സീതയെ മോചിപ്പിക്കാനായി രാമലക്ഷ്മണന്മാരും വാനരസൈന്യവും ലങ്കയിലെത്തുന്ന അവസരത്തിൽ രാവണന്റെ അന്തഃപുരത്തിൽ നടക്കുന്ന സംഭവങ്ങളെ അവതരിപ്പിക്കുന്ന നാടകമാണ് CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി. രാമായണ കഥ പശ്ചാത്തലമാക്കി ശ്രീകണ്ഠൻ നായർ 3 നാടകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. രാമനെ മുഖ്യ കഥാപാത്രമാക്കി കാഞ്ചനസീത 1961-ലും ദശരഥനെ കേന്ദ്രമാക്കി സാകേതം 1975-ലും രാവണനെ നായകനാക്കി ലങ്കാലക്ഷ്മി 1976-ലും CN പ്രസിദ്ധീകരിച്ചു. രാമായണ കഥയുടെ ഉൾത്തടങ്ങളിലൂടെയും ആ കഥാപാത്രങ്ങളുടെ മനോമണ്ഡലങ്ങളിലൂടെയുമുള്ള സഞ്ചാരങ്ങളായിരുന്നു ഈ നാടകങ്ങൾ. പൂർവാംഗം, തുടർന്ന് 3 അംഗങ്ങൾ, ഉത്തരാംഗം എന്നിങ്ങനെയാണ് ലങ്കാലക്ഷ്മി നാടകത്തിൻ്റെ ഘടന. സീതാന്വേഷണത്തിനായി ലങ്കയിൽ എത്തിച്ചേരുന്ന ഹനുമാൻ ലങ്കയുടെ ലക്ഷ്മിയെ അടിച്ചു വീഴ്ത്തുന്നതും അവൾ ശാപമോക്ഷം നേടി സീതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതുമാണ് പൂർവാംഗത്തിൽ. ഇന്ദ്രജിത്ത്, വിരൂപാക്ഷൻ, സുപാർശ്വൻ, നികുംഭൻ തുടങ്ങിയവരെ നാം കാണുന്നു. രാമലക്ഷ്മണന്മാർ ലങ്കയെ ആക്രമിച്ചു മുന്നേറുന്ന കാര്യം രാവണപക്ഷത്തുള്ളവർ വിവരിക്കുന്നതാണ് 1-ാം അംഗത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നത്. അവിടേക്കെത്തിച്ചേരുന്ന രാവണൻ തൻ്റെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു. താൻ സ്ത്രീജിതനല്ല എന്നും ശ്രീജിതനാണ് എന്നും അയാൾ തുറന്നു പറയുന്നു. ഐശ്വര്യം വിളങ്ങുന്ന വ്യക്തിയായതുകൊണ്ടാണ് താൻ സീതയെ അപഹരിച്ചതെന്നും ഒരിക്കൽ അടിച്ചമർത്തപ്പെട്ട ലങ്കയെ വീണ്ടെടുത്ത് താൻ ജൈത്രയാത്ര നടത്തിയത് വിജയം മാത്രം ലക്ഷ്യം വച്ചതിനാലാണെന്നും രാവണൻ സൂചിപ്പിക്കുന്നു. തുടർന്നുള്ള നാടകഭാഗത്ത് തൻ്റെ സഹോദരനായ വിഭീഷണൻ തന്നെ വഞ്ചിച്ച് രാമപക്ഷം ചേരുന്നത് രാവണൻ കാണുന്നു. കുംഭകർണൻ, ഇന്ദ്രജിത്ത് തുടങ്ങി രാവണപക്ഷത്തെ പ്രധാനികളെല്ലാം വധിക്കപ്പെടുന്നു. ഒടുവിൽ തൻ്റെ ഇഷ്ടപത്നി മണ്ഡോദരി അപമാനിതയാവുന്നു. നികുംഭിലയിൽ ശിവപൂജ നടത്തി യുദ്ധസന്നദ്ധനായി രാവണൻ പുറപ്പെടുന്നു. ഉത്തരാംഗം എന്ന ഭാഗത്ത് സീതയെയും ഹനുമാനെയും അവതരിപ്പിക്കുന്നു. യുദ്ധാനന്തരം പുറപ്പെടാനായി ഒരുങ്ങി നിൽക്കുന്ന സീതയെ ഇവിടെ നാം കാണുന്നു. സ്വന്തം ഇച്ഛാശക്തിയുടെ വഴിയിൽ നിന്നും ജീവിതം തെന്നി നീങ്ങുമ്പോൾ ഇഷ്ടമില്ലാതിരുന്നിട്ടും കാലത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും സമ്മർദ്ദങ്ങൾക്കടിപ്പെട്ട് പ്രവൃത്തികൾ ചെയ്യാൻ വിധിക്കപ്പെട്ട വ്യക്തിയാണ് രാവണൻ. അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെല്ലാം പര്യാലോചനകൾക്ക് വിധേയമാക്കുന്നു. മണ്ഡോദരിയോടുള്ള സംഭാഷണ രംഗത്ത് അയാൾ ഇപ്രകാരം ചോദിക്കുന്നു: സഖി, ഈ യുദ്ധത്തിൽ നിന്ന് നമുക്കിനി ഒഴിയാൻ സാധ്യമല്ല. മരിച്ചവർക്ക് വേണ്ടി നാം യുദ്ധം ചെയ്യും. പക്ഷേ ഈ യുദ്ധം നമ്മുടെ അവസാനത്തെ യുദ്ധമാണ്. പൊട്ടാത്ത പടച്ചട്ടകൾ നാം അണിയുകയാണ്. ഈ നിമിഷത്തിൽ ആത്മസഖിയോട്, ഒരുപക്ഷേ മനഃശാന്തിക്ക് വേണ്ടിയാകാം, ചോദിക്കട്ടെ, രാവണൻ്റെ ജീവിതം ഒരു പാഴ്ചെലവായിരുന്നോ? അതിന് മണ്ഡോദരി പറയുന്ന മറുപടി ഇതാണ്: അല്ല, ആയിരുന്നില്ല. സൃഷ്ടിയും സംഹാരവുമായ ഞാൻ പറയുന്നു, അങ്ങനെ ആകുകയുമില്ല എന്ന്. രാവണൻ്റെയും അയാളോട് ബന്ധപ്പെട്ട കഥാപാത്രങ്ങളുടെയും ഉൾമനസ്സിലൂടെയുള്ള സാർത്ഥകമായ യാത്രയാണ് ലങ്കാലക്ഷ്മി. ഈ നാടകം മലയാള രംഗവേദിയിലും സാഹിത്യത്തിലും നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.